BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ചൂരൽമല ഭാഗത്തേക്ക് ബസ്സുകളില്ല. വയനാട് KSRTC ഡിപ്പോയിൽ ഡീസൽ പ്രതിസന്ധി രൂക്ഷം. 18ഓളം ബസ്സുകൾ ഓട്ടം നിർത്തി. വയനാട് കൽപ്പറ്റ KSRTC ഡിപ്പോയിൽ ഡീസൽ പ്രതിസന്ധി രൂക്ഷം. 4 സർവീസുകൾ മുടങ്ങി. കൽപ്പറ്റയിൽ 18ഓളം ബസ്സുകൾ ഓട്ടം നിർത്തി. വടുവൻ, ചാൽ, മാനന്തവാടി, വൈത്തിരി ഭാഗത്തേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത്. മുണ്ടക്കൈ, ചോലാടി, മാനന്തവാടി എന്നിവ ഒരു ട്രിപ്പ് മാത്രം നടത്തി അവസാനിപ്പിച്ചു. ലോക്കൽ ഓടുന്ന KSRTC ബസ്സുകൾക്ക് തകരാറായി കിടക്കുന്ന ബസ്സുകളിൽ നിന്നാണ് ഡീസൽ ഊറ്റിയെടുത്ത് കൊടുക്കുന്നത്. രാവിലെ 8:30 ശേഷം ചൂരൽമല ഭാഗത്തേക്ക് ബസ്സുകളില്ല. അന്തർ സംസ്ഥാന സർവീസും തടസ്സപ്പെട്ടു. മാനന്തവാടിയിൽ 500 ലിറ്റർ ഡീസൽ മാത്രമാണ് ബാക്കിയുള്ളത്. ബത്തേരി, ഗൂഡല്ലൂർ സർവീസാണ് ഓട്ടം നിർത്തിയത്. ജില്ലയിൽ 20 സർവീസുകൾ ഇതുവരെ തടസ്സപ്പെട്ടു. ബത്തേരിയിലും മാനന്തവാടിയിലും പ്രതിസന്ധി തുടരുന്നു. രാവിലെ മൂകാംബികയിലേക്ക് പോയ ബസ് പ്രൈവറ്റ് പെട്രോൾ പമ്പിൽ നിന്നുമാണ് ഡീസൽ അടിച്ചത്. ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ പല സർവീസുകളും മുടങ്ങുമെന്നും KSRTC ജീവനക്കാർ അറിയിച്ചു. ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കേണ്ട. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് VD സതീശൻ. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുനഃസംഘടന സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ഇല്ലാത്ത വിഷയം ഊതിപ്പെരുപ്പിച്ച് കോൺഗ്രസിന് പ്രശ്നവുമാണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. അതെന്റെ അടുത്ത് വേണ്ട. അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല. വേറെ വല്ലതുമുണ്ടെങ്കിൽ പറ, അദ്ദേഹം പറഞ്ഞു. അതേസമയം KPCC പുനഃസംഘടനയിൽ K മുരളീധരന് പ്രതിഷേധമെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുക്കില്ല. കാസർഗോഡ് നിന്നുള്ള മേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ് K മുരളീധരൻ. ഇന്നലെ വൈകുന്നേരത്തോടെ ഗുരുവായൂരിലേക്ക് പോയി. ജാഥ ക്യാപ്റ്റൻ തന്നെ വിട്ടുനിൽക്കുന്നത് അസാധാരണം എന്നാണ് വിലയിരുത്തൽ. മലയാള മാസം 1 ആയതിനാൽ ഗുരുവായൂരിലേക്ക് പോകുന്നു എന്നുള്ളതാണ് K മുരളീധരന്റെ വിശദീകരണം. ബാറ്ററി തകരാർ. 1.15 ലക്ഷം കാറുകൾ തിരിച്ചുവിളിച്ച് BYD. ബാറ്ററി തകരാറിനെ തുടർന്ന് കാറുകൾ തിരിച്ചുവിളിച്ച് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ BYD. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവിളിക്കലാണ് നടന്നത്. 1.15 ലക്ഷം കാറുകളാണ് സാങ്കേതിക തകരാറുകൾ കാരണം BYD തിരിച്ചുവിളിച്ചത്. 2015-2022 കാലഘട്ടത്തിൽ നിർമ്മിച്ച വാഹനങ്ങളാണ് കമ്പനി തിരിച്ചുവിളിച്ചിരിക്കുന്നത്. യുവാൻ പ്രോ, ടാങ്ക് സീരീസ് എന്നിവയിലാണ് തകരാറുകൾ കണ്ടെത്തിയത്. ബാറ്ററി ഇൻസ്റ്റാളേഷനെ ബാധിക്കുന്ന നിർമ്മാണ തകരാറുകൾ കാരണം 2021 ഫെബ്രുവരിക്കും 2022 ഓഗസ്റ്റിനുമിടയിൽ നിർമ്മിച്ച 71,248 യുവാൻ പ്രോ ഇലക്ട്രിക് ക്രോസ് ഓവറുകളാണ് തിരിച്ചുവിളിക്കുന്നത്. 2015 മാർച്ചിനും 2017 ജൂലൈക്കും ഇടയിൽ നിർമ്മിച്ച 44,535 ടാങ്ക് സീരീസ് വാഹനങ്ങൾക്കാണ് തകരാറ് ബാധിച്ചിട്ടുള്ളത്. വർദ്ധിച്ചുവരുന്ന ആവശ്യകത നിറവേറ്റുന്നതിനായി വാഹന നിർമ്മാതാക്കൾ ഉൽപാദനം വേഗത്തിൽ വർദ്ധിപ്പിക്കുന്നതിനാൽ ഇലക്ട്രിക് വാഹന വ്യവസായം നേരിടുന്ന വർദ്ധിച്ചുവരുന്ന പ്രശ്നങ്ങളെയാണ് ഈ തിരിച്ചുവിളി എടുത്തു കാണിക്കുന്നത്. ബാറ്ററി ഹൌസിംഗിൽ സീലന്റ് പ്രയോഗിച്ച് പ്രശ്നം പരിഹരിക്കുവാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. നിലവിൽ BYD 4 ഇലക്ട്രിക് കാറുകൾ ആണ് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നത്. മെസ്സഞ്ചർ ഇനി ഓർമ്മയാക്കും. ഡെസ്ക്ടോപ്പ് ആപ്പുകളുടെ സേവനം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങി മെറ്റ. വിൻഡോസിനും മാക്കിനും ലഭ്യമായിരുന്ന മെസ്സഞ്ചർ ഡെസ്ക്ടോപ്പ് ആപ്പ് നിർത്തലാക്കുവാൻ ഒരുങ്ങി മെറ്റ. 2025 ഡിസംബർ മുതൽ സേവനം അവസാനിപ്പിക്കും. ഇതിനുശേഷം ഉപയോക്താക്കൾക്ക് ലോഗിൻ ചെയ്യുവാൻ സാധിക്കില്ലെന്ന് കമ്പനി വ്യക്തമാക്കി. സേവനങ്ങൾ അവസാനിച്ചതിന് ശേഷം സന്ദേശങ്ങൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ഉപയോക്താക്കളെ വെബ്സൈറ്റിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി റീഡയറക്ട് ചെയ്യും. മെറ്റ സപ്പോർട്ട് പേജാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. മാക്കിനെ കുറിച്ച് മാത്രമാണ് അവർ ഇതിൽ വിശദീകരിക്കുന്നത് എങ്കിലും വിൻഡോസിലും മാക്കിലുമുള്ള മെസ്സഞ്ചറിന്റെ സ്റ്റാൻഡ് എലോൺ ഡെസ്ക്ടോപ്പ് ആപ്പുകൾ നിർത്തലാക്കുന്നതായി മെറ്റ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉപയോക്താക്കളുടെ ചാറ്റ് ഹിസ്റ്ററി സ്റ്റോർ ചെയ്യുന്നതിനായുള്ള ശ്രമങ്ങളും മെറ്റ തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി സെക്യൂർ സ്റ്റോറേജ് ആക്റ്റീവ് ആക്കുവാനും കമ്പനി നിർദ്ദേശിക്കുന്നു. മെസ്സഞ്ചർ ആപ്പ് നിലവിൽ ഉപയോഗിക്കുന്നവർക്ക് സേവനങ്ങൾ നിലയ്ക്കുന്നതിന് മുൻപ് ഒരു ഇൻ ആപ്പ് അറിയിപ്പ് ലഭിക്കും. അതിനുശേഷം 60 ദിവസം വരെ ആപ്പ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് മെസ്സഞ്ചർ പ്രവർത്തനരഹിതമാവുകയും അൺഇൻസ്റ്റാൾ ചെയ്യാനായി മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്യുമെന്നും കമ്പനി പറയുന്നു. ഗണേഷ് കുമാർ എന്നാൽ കിടന്ന് ബഹളം വെക്കുന്ന ഗണേഷ്. അടിമകളോട് പെരുമാറുന്നത് പോലെയാണ് ജീവനക്കാരോട് പെരുമാറുന്നത്. മന്ത്രി മാപ്പ് പറയണമെന്ന് M. വിൻസെന്റ്. KSRTC ബസ്സിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ മിന്നൽ പരിശോധനയെ പരിഹസിച്ച് M. വിൻസെന്റ് MLA.
കുപ്പിവെള്ളത്തിന്റെ ബോട്ടിൽ ഡ്രൈവർ സീറ്റിനടുത്ത് വെച്ചതിന് ഡ്രൈവറെ ഗണേഷ് കുമാർ സ്ഥലം മാറ്റി. നടപടി കേരള ഹൈക്കോടതി റദ്ദാക്കി. അധികാര ദുർവിനിയോഗമെന്നാണ് കോടതി പറഞ്ഞത്. ഗണേഷ് കുമാർ തുടർന്നുകൊണ്ടിരുന്ന ധാർഷ്ട്യം നിറഞ്ഞ നടപടികൾക്കുള്ള തിരിച്ചടിയാണ് നടപടി. മന്ത്രി ഇത്തരത്തിലുള്ള ഭ്രാന്തമായ നടപടി എന്തിനെടുത്തു എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും എം വിൻസെന്റ് വ്യക്തമാക്കി. MDMA കണ്ടതുകൊണ്ട് വന്ന രീതിയിലാണ് ജീവനക്കാരോട് പെരുമാറിയത്. അടിമകളോട് പെരുമാറുന്നത് പോലെയാണ് ജീവനക്കാരോട് പെരുമാറിയത്. മന്ത്രി മാപ്പു പറയണം. മന്ത്രിയുടെ മുന്നിലേക്ക് ഇത്രയും വേഗത്തിൽ ബസ് ഓടിച്ചു വരുന്നതിന് കാരണം ഇൻഎഫക്റ്റീവായ വകുപ്പിന്റെ പരാജയമാണത്. മന്ത്രിയുടെ നിലവാരം കുറഞ്ഞ നാടകമാണ് ഇതെല്ലാം. മാധ്യമങ്ങളെ കൂട്ടിവന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സിനിമകൾക്കും നാടകത്തിനുമെല്ലാം നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു. അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഗണേഷ് പരാജയപ്പെട്ടു. മന്ത്രി പറഞ്ഞത് കോൺഗ്രസ് യൂണിയൻ പണം ചെലവാക്കി കോടതിയിൽ പോയി വിധി വാങ്ങിച്ചു എന്നാണ്. കോടതി വിധി വന്നപ്പോൾ കോൺഗ്രസ് യൂണിയനെ അധിക്ഷേപിക്കുന്നു. കോടതിയെ അധിക്ഷേപിക്കുന്നത് പോലെ തന്നെയാണത്. മന്ത്രിക്ക് സ്വേച്ഛാധിപത്യ രീതിയിൽ എന്തും ചെയ്യാനുള്ള ഇടം അല്ല ഇത്. മന്ത്രി സ്വീകരിക്കുന്ന ഭ്രാന്തൻ നയങ്ങളെ ന്യായീകരിക്കുവാൻ കഴിയില്ല. KB ഗണേഷ് കുമാർ എന്നാൽ കിടന്ന് ബഹളം വയ്ക്കുന്ന ഗണേഷ് കുമാർ എന്ന് മാത്രമേ വ്യാഖ്യാനിക്കുവാനുള്ളൂ. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് മന്ത്രി ശീലമാക്കി. അദ്ദേഹത്തെ നിയന്ത്രിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. പല ഡിപ്പോകളുടെയും അവസ്ഥ ശോചനീയമാണ്. ഇതൊന്നും മന്ത്രി കാണുന്നില്ല. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കണ്ടതിന് വലിയ കോലാഹലമുണ്ടാക്കുന്നു. പാപ്പനംകോട് സെൻട്രൽ വർക്ക്സ് അടക്കം വൃത്തിഹീനമാണ്. മന്ത്രി ഡിപ്പോകൾ വൃത്തിയാക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. ഒരു അന്വേഷണം പോലും മന്ത്രി നടത്തിയിട്ടില്ല. ഇന്ന് വയനാട് ജില്ലയിൽ ഡീസൽ ഇല്ലാത്തത് മൂലം 5 ഷെഡ്യൂൾ മുടങ്ങി. ജീവനക്കാരുടെ മേലിൽ ആഴ്ചയിൽ ഒരിക്കൽ മെക്കിട്ട് കയറി വാർത്തകളിൽ ഇടം പിടിക്കുവാനുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത്. പുതിയ ബസ്സുകളുടെ ചക്രങ്ങൾ വരെ ഊരിത്തെറിക്കുന്നുണ്ട്. വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് മന്ത്രി കൊട്ടാരം പണിത് ജീവിക്കുന്നത്. ജീവനക്കാരുടെ നെഞ്ചത്ത് കയറുന്ന നടപടി അവസാനിപ്പിക്കണം. യൂണിയനുകളുടെയും ജീവനക്കാരുടെയും മെക്കിട്ട് കയറാനാണ് ഉദ്ദേശമെങ്കിൽ മന്ത്രിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം വിൻസെന്റ് കൂട്ടിച്ചേർത്തു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സെന്റ് റീതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദം. PTA പ്രസിഡന്റിനെതിരെ പോലീസിൽ പരാതി. കൊച്ചി പള്ളുരുത്തി സെന്റ് റീതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ പള്ളുരുത്തി പോലീസിൽ പരാതി. സ്കൂൾ PTA പ്രസിഡന്റ് ജോഷിക്കെതിരെയാണ് പരാതി. ജോഷി സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നാണ് പരാതി. ജമീർ എന്നയാളാണ് പരാതി നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പിനും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം കുട്ടിക്ക് താൽപര്യമുണ്ടെങ്കിൽ കേരളത്തിലെ ഏത് സ്കൂളിലും പ്രത്യേക ഉത്തരവ് വാങ്ങിച്ച് അഡ്മിഷൻ നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സ്കൂൾ മാനേജ്മെന്റ് എന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ ഹനിക്കുവാൻ ഒരു സ്കൂളിനെയും അനുവദിക്കില്ലെന്നും ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിനിയെ ക്ലാസിൽ നിന്നും മാറ്റി നിർത്തിയ സംഭവം അങ്ങേയറ്റം പ്രതിഷേധാർഹവും കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് ചേരാത്തതുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കുട്ടിയെ വിദ്യാലയത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നത് സംസ്ഥാനം നേടിയെടുത്ത വിദ്യാഭ്യാസ നേട്ടങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കലാണ്. സർക്കാർ ഈ വിഷയത്തെ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. സർക്കാർ വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. KPCC പുനഃസംഘടനയിൽ പ്രതിഷേധം. വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ K മുരളീധരൻ പങ്കെടുക്കില്ല. KPCC പുനഃസംഘടനയിൽ പ്രതിഷേധവുമായി K മുരളീധരൻ. വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ പങ്കെടുക്കില്ല. കാസർഗോഡ് നിന്നുള്ള മേഖലാ ജാഥയുടെ ക്യാപ്റ്റനാണ് K മുരളീധരൻ. ഇന്നലെ വൈകുന്നേരത്തോടെ ഗുരുവായൂരിലേക്ക് പോയി. ജാഥ ക്യാപ്റ്റൻ തന്നെ വിട്ടുനിൽക്കുന്നത് അസാധാരണം എന്നാണ് വിലയിരുത്തൽ. രാഷ്ട്രീയമായി കോൺഗ്രസിന് ലാഭമുണ്ടാക്കുവാൻ കഴിയുമെന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് 4 മേഖലാ ജാഥകൾ കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഇന്ന് പന്തളത്താണ് സമാപനം. അതിലാണ് ഏറ്റവും അവസാന ദിവസം ഒരു വലിയ കല്ലുകടിയുണ്ടായത്. 4 മേഖലാ ജാഥകളുടെ ക്യാപ്റ്റന്മാരിൽ ഒരാളായ K മുരളീധരൻ വിട്ടുനിൽക്കുകയാണ്. KPCC ഭാരവാഹി പട്ടികയിൽ നിന്നും തന്റെ പ്രതിനിധിയെ ഒഴിവാക്കിയതിലുള്ള അതൃപ്തി തന്നെയാണ് പ്രകടിപ്പിച്ചത് എന്നാണ് വിവരം. ഭാരവാഹി പട്ടിക പുറത്തുവന്നപ്പോൾ തന്നെ K മുരളീധരൻ കടുത്ത അതൃപ്തിയിലായിരുന്നു. എന്നാൽ മേഖലാ ജാഥ സമാപിക്കുന്നതുവരെ നയിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇന്നലെ ചെങ്ങന്നൂരിൽ മേഖലാ ജാഥ സമാപിച്ചു. ഇന്ന് UDFന്റെ നേതൃത്വത്തിലാണ് 4 ജാഥ ക്യാപ്റ്റന്മാരും ഒന്നിച്ച് ചെങ്ങന്നൂരിൽ നിന്നും പന്തളത്തേക്ക് ജാഥ നടത്തുവാൻ തീരുമാനിച്ചത്. KM ഹാരിസിന്റെ പേരായിരുന്നു K മുരളീധരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുന്നോട്ട് വച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.